പറഞ്ഞിരുന്നു ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സങ്കടം, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കണ്ട. ഒഴിവാക്കുന്ന കൂട്ടത്തിൽ അനുഗ്രഹവും നഷ്ടപ്പെടും. സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകും. ചില സമയത്ത് സങ്കടം വരുമ്പോൾ പൊറുമയായിരം. ഒരിക്കല് ഒരു സന്യാസി കുറച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ്, ഒരു ശിഷ്യനോട് പറഞ്ഞ്, എടാ ആ പുഴയിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തോണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം എടുത്തോണ്ട് വരാൻ. അപ്പം ഇവൻ വെള്ളം എടുക്കാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്ന്, എൻ്റെ പൊന്നു ഗുരു ഭയങ്കര കലക്ക വെള്ളമാണ്, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഒന്നും കൂടെ പോയിട്ട് വാടാ. അപ്പോൾ വീണ്ടും പോയിട്ട് വന്നു. ഈ പൊന്നു ഗുരു ഭയങ്കര കലക്കലും ചെളിയാണെന്നേ, തെളിഞ്ഞ വെള്ളം കിട്ടുന്നില്ല. അപ്പം സന്യാസി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അവനോട് പറഞ്ഞു, എടോ ചെക്ക, താൻ അവിടെ പോയി ഇരിക്കേ, പുഴയുടെ തീരത്ത് പോയി ഇരിക്കേ. കുറച്ചു നേരം ഇരിക്കുമ്പോൾ നിനക്ക് കാണാൻ പറ്റും ആ കലക്കലും ചെളിയും മണ്ണും ഒക്കെ പതുക്കെ കറങ്ങി 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 താഴേക്ക് അടിഞ്ഞുകൂടുന്നത് കാണാൻ പറ്റും. പതുക്കെ നല്ല തെളിനീര് പൊങ്ങി വരുന്നത് നിനക്ക് കാണാൻ പറ്റും. യു വെയിറ്റ്. പെട്ടെന്ന് ധൃതി പിടിക്കല്ലേ. പെട്ടെന്ന് ധൃതി പിടിച്ച കലക്കമുള്ളമേ കാണുള്ളൂ. അപ്പൊ കുറച്ചു നേരം അവിടെ കുത്തിയിരിക്കേ, കുറച്ചു നേരം അവരെ കാത്തിരിക്കേ. അപ്പൊ വെള്ളം തെളിഞ്ഞു വരുന്ന വെള്ളം നിനക്ക് ഊറ്റിയെടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്നാ പറഞ്ഞു. ഇത് തന്നെ എനിക്കും പറയാനുള്ളേ. പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കലക്ക വെള്ളമായിരിക്കും, കോരാൻ നോക്കല്ലേ, വെള്ളം വെക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ. അത് തെളിയാനുള്ള സമയം കൊടുക്കുക. കുറച്ച് കലക്കലുണ്ട്, അടിഞ്ഞുകൂടട്ടെ, അവസാനത്തിൽ അടിയട്ടെ, താന്ന് പോകും, സമയമെടുക്കും. കത്തിരിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ലാന്നേ, ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ സമയം കൊടുക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ താഴേക്ക് പോകാൻ. എന്നിട്ട് നല്ല തെളിനീര് കോരിയെടുക്കാൻ പറ്റും. ക്ഷമയോട് കാത്തിരിക്കുക. നമ്മൾ ധൃതി പിടിക്കുന്നുണ്ട് പ്രശ്നങ്ങളും മുഴുവൻ. ആ ക്ഷമയോട് കാത്തിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കാം.